ഇന്ന് നമ്മുടെ ട്രംപ് ഒരു പുതിയ പോസ്റ്റ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. അതായത് ലെബനോനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ, അതിൻ്റെ ചർച്ച വാഷിങ്ടണിൽ വെച്ച് നടക്കും. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്ന, കിളി പറക്കുന്നത് പോലെ ഏറ്റവും മനോഹരവും സന്തോഷകരവുമായ ആ നിമിഷങ്ങളെ പുള്ളി എഴുതി വർണ്ണിച്ച് പുള്ളി സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മാത്രമല്ല, അവരെ എല്ലാവരെയും പുള്ളി അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലേക്ക് ക്ഷണിച്ച് അവിടെ സമാധാനം കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ ഒരു സന്ദേശമാണ് കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ വെടിനിർത്തൽ കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇറാനിൽ ഈ സംഗതിയൊക്കെ നടത്തി നിക്കറ് കീറി നിൽക്കുന്നത് കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വരുത്തണം എന്ന് വിചാരിച്ച് കൊണ്ടുവരുന്ന ഒരു സമാധാന കരാറാണത്. രണ്ടാമത്തേതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഇറാനും ഇസ്രയേലും ലെബനനും തമ്മിൽ വെടിനിർത്തി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേലും ലെബനനും തമ്മിലല്ല, ഇസ്രയേൽ ഏകപക്ഷീയമായി ലെബനനെ ആക്രമിക്കുകയായിരുന്നു, അവിടുത്തെ ആശുപത്രികൾ തകർക്കുകയായിരുന്നു, അവിടെ കുഞ്ഞുങ്ങളെ കൊല്ലുകയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് പറയേണ്ടത് എന്താ? ഇസ്രയേലിൻ്റെ കാട്ടാളത്തത്തിന് ഒരു ചെറിയ ഇടവേള നൽകുന്നു എന്ന് തോന്നിപ്പിക്കുന്നു എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അല്ലാതെ അത് വെടിനിർത്തലും സമാധാനവും ഒന്നും ആണെന്ന് വിചാരിക്കേ വേണ്ട. ഫലസ്തീനിൽ ഇപ്പോൾ വെടിനിർത്തിയിരിക്കുമല്ലേ, പക്ഷേ ഓരോ ദിവസവും കുറഞ്ഞത് 5 പേരെയെങ്കിലും ഇസ്രയേൽ കൊല്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ ദിവസവും കൊന്നു 5 പേരെ. എല്ലാ ദിവസവും അവിടെ പരിപാടി നടക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രത്തിലെ പതിവ് പരിപാടികൾക്ക് പുറമേ എന്ന് നോട്ടീസിൽ എഴുതാറുണ്ട്. ഇസ്രയേലിൻ്റെ പതിവ് പരിപാടിയാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള അയൽരാജ്യങ്ങളെ ആക്രമിക്കുക, കൊല്ലുക, അവരെ നശിപ്പിക്കുക. അതിന് കാരണം എന്താ പറയുന്നത്? തങ്ങൾക്ക് അവർ ഭീഷണിയായി വരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സമീപത്തൊന്നും വേറൊരു രാജ്യവും ക്ലച്ച് പിടിക്കാൻ പാടില്ല, അവരനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അതിന് എഴുതുന്നത് എന്താ? ഇസ്രയേലും ലെബനനും തമ്മിൽ വെടിനിർത്തി എന്നാണ് പറയുന്നത്. അവിടെ ലെബനൻ വെടിനിർത്താനൊന്നുമില്ല, ലെബനനൊന്നും ചെയ്യുന്നില്ല, ആകെ അടി വാങ്ങിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ഒരു പ്രസിഡൻറ്റിനെ വിളിച്ചുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ചർച്ചയ്ക്ക് വരും. ഇതാണ് നടത്തുന്നത്. ഇനി ഇത് നടത്തിയാൽ ഇസ്രയേൽ പാലിക്കുമോ? ഒന്നും പാലിക്കത്തില്ല. ഇത് പാലിച്ചില്ലെങ്കിൽ ട്രംപ് ഇസ്രയേലിനെ വല്ലതും ചെയ്യുമോ? ഒന്നും ചെയ്യത്തുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഉടമ്പടി എന്നൊക്കെ പറയുന്നത് വെറും ഒരു കോമഡിയാണ്. കോമഡിക്കപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഇറാൻ സമാധാനം, ചർച്ച, സീസ് ഫയർ, ഉടമ്പടി എന്നൊക്കെ പറയുമ്പോൾ അത്തരം സംഗതികളൊന്നും വേണ്ട, അതിൻ്റെ ശാശ്വതമായ പരിഹാരത്തിനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിയാൽ മതി എന്ന നിലപാട് സ്വീകരിക്കുന്നത്. അത്രമേൽ വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരാണ് ഈ ഇസ്രയേലികളും അവനെ പിന്തുണയ്ക്കുന്ന ഈ സയണിസവും എല്ലാമെല്ലാം. ഇത്തരം കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുമ്പോഴാണ് അടികൊള്ളുന്നവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അന്വേഷിക്കാൻ മറ്റു കുറച്ച് പേരിറങ്ങുന്നത്. എന്തെല്ലാം കോമഡികളാണ്.